അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നാം ഓതാൻ പോകുന്ന കിതാബാണ് അജ്നാസ് സുഗറ, ചെറിയ അജ്നാസ്. അടുത്ത കിതാബാണ് ഈ അജ്നാസ് സുഗറ കഴിഞ്ഞുള്ള കിതാബാണ് അജ്നാസുൽ കുബറ, വലിയ അജ്നാസ്. ഈ അജ്നാസ് സുഗറ നാം ഓതാൻ പോകുന്ന ഈ അജ്നാസ് സുഗറ നല്ല വൃത്തിയിൽ നല്ല മനസ്സിലാക്കി ഹിഫ്ളാക്കി മനഃപ്പാഠമാക്കി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത കിതാബാകുന്ന അജ്നാസുൽ കുബറ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം. അതുകൊണ്ട് തുടക്കക്കാരായ വിദ്യാർത്ഥികൾ നല്ലവണ്ണം മനസ്സിലാക്കിയെടുക്കേണ്ട കിതാബാണ് അജ്നാസുൽ സുഗറ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നോക്കാം, നമുക്ക് കിതാബിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ സ്മ കൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ്. ഫി അജ്നാസിൽ അഫ്ആലി, ഫിഅലുകളുടെ ജിൻസുകളിൽ വിവരിക്കുന്നതിലുള്ള ഫസ്ലാണ്. ജിൻസ് എന്ന് പറഞ്ഞാൽ വർഗം, അതിൻ്റെ ബഹുവചനമാണ് ജംആണ് അജ്നാസ്. അപ്പോൾ ഫിഅല് ഒരു വർഗ്ഗം ഒരു ഇനല്ല, ഒരുപാടുണ്ട്. 3 അക്ഷരമുള്ളതുണ്ട്, 4 അക്ഷരം, 5 അക്ഷരം, 6 അക്ഷരമുള്ള ഫീലുകളുണ്ട്. മാത്രവുമല്ല 3 അക്ഷരമുള്ളതോടുകൂടെ തന്നെ ഹറക്കത്തിലും വ്യത്യാസം വരാം. ഉദാഹരണത്തിന് ഫഅല, ഫഅയില, ഫഊല ഉണ്ടോ? ഫഅല, ഫഅയില, ഫഊല. മുളാരിലെയും വ്യത്യാസം വരാം. യഫ്അലു, യഫ്ഇലു, യഫ്ഉലു വ്യത്യാസം വരാം. സാധാരണ നമ്മൾ മീസാൻ പഠിക്കുമ്പോൾ ഫഅല, ഫഅല, ഫഅലു, യഫ്അലു, യഫ്അലാനി, യഫ്അലൂൻ അങ്ങനെ പഠിക്കും. പക്ഷേ ചില വ്യത്യാസങ്ങൾ വരാറുണ്ട്, ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ജലസ യജ്ലിസു, നസറ യൻസുർ. തുടക്കക്കാരായ കുട്ടികളാകുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കൂല. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായോ? അപ്പം ഫിഅലുകളുടെ വർഗ്ഗങ്ങൾ വിവരിക്കുന്നുള്ള ഫസ്ലാണ് ഇഅലം. ഇഅലം എന്ന വാക്ക് കിട്ടുമ്പോൾ നേരെ നമ്മൾ ബാക്കോട്ട് പോകണം, മീസാനിലേക്ക് പോകണം. അതിൻ്റെ മാദി ഏതാ? അലിമ. മുളാരിയോ? യഅലമു. അലിമ യഅലമു ഇൽമൻ ഫഹുവ ആലിമുൻ. വ ഉലിമ യുഅലമു ഇൽമൻ ഫഹുവ മഅലൂമുൻ. അൽഅംറു മിൻഹു ഇഅലം. കണ്ടോ? ഇഅലം എന്തൊക്കെ അർത്ഥം നമ്മൾ പറഞ്ഞാട്ടെ? അലിമ അറിഞ്ഞു, ഏലം നീ അറിയുക, നീ ഒരു പുരുഷനെ അറിയുക. നീ ഒരു പുരുഷനെ അറിയുക. മീസാല നമ്മൾ പഠിക്കാറുണ്ടല്ലേ? നീ ഒരു പുരുഷനെ അറിയുക, ഒരു പുരുഷനെ അടിച്ചു. ഇനി അങ്ങോട്ട് അതിൻ്റെ ആവശ്യമില്ല. അർത്ഥം തന്നെയാണ് ഏലം, നീ ഒരു പുരുഷൻ അറിയുക തന്നെ. പക്ഷെ ഇനി ഒരു അർത്ഥം വെക്കുമ്പോൾ ഏലം നീ അറിയുക. അന്നൽ അഫ്ആല, തീർച്ചയായും ഫിഅലുകൾ. അന്നൽ അഫ്ആല, തീർച്ചയായും ഫിഅലുകൾ. എല്ലാ ഫിഅലും, ലോകത്തിലുള്ള എല്ലാ ഫിഅലും ഇമ്മ സുലാസിയുൻ, ഒന്നെങ്കിൽ സുലാസി ആയിരിക്കും. വ ഇമ്മ റുബായിയുൻ, ഒന്നെങ്കിൽ റുബായി ആയിരിക്കും. ഫിഅലുകൾ ഒന്നെങ്കിൽ സുലാസി ആയിരിക്കും, ഒന്നെങ്കിൽ റുബായി ആയിരിക്കും. എന്താ സുലാസി ഉസ്താദെ? സുലാസി എന്ന് പറഞ്ഞാൽ അസിരിയായ അക്ഷരങ്ങൾ, ഹറഫുകൾ 3 അക്ഷരമുള്ളത്. ഫഅല, നസറ, കസറ, ദഹബ, ഫഹിമ. എത്ര അക്ഷര? 3 അക്ഷരം. വൈമ്മ റുബായിയുൻ, ഒന്നെങ്കിൽ റുബായി ആയിരിക്കും. റുബായിയായോ? അസ്രിയായ ഹർഫുകൾ 4 അക്ഷരമുള്ളത്. ഇതുപോലെ ദഹറജ, മളമള. അത് എവിടെ പഠിച്ചിട്ടില്ല? ഈ റുബായി മീസാല പഠിച്ചില്ല. ഇനി അങ്ങോട്ട് പഠിക്കണം. മനസ്സിലായോ? അപ്പോൾ ഒന്നെങ്കിൽ ഫിഅലുകൾ സുലാസി ആയിരിക്കും, റുബായി ആയിരിക്കും. സുലാസി എന്ന് പറഞ്ഞാൽ അസ്രിയായ ഹർഫുകൾ 3 അക്ഷരമുള്ളത്. റുബായിയോ? അസ്രിയായ അക്ഷരങ്ങൾ 4 അക്ഷരമുള്ളത്. കുല്ലു വാഹിദി മിൻഹുമ, ഇവ രണ്ടിൽ നിന്നുള്ള എല്ലാ ഓരോന്നും എന്ന് പറഞ്ഞാൽ സുലാസി മസീദി, സുലാസി റുബായി, സുലാസി റുബായി. ഇനി അങ്ങോട്ട് സുലാസി റുബായി എന്ന് പറയട്ടോ. ഞാൻ അറബിയിലെ പറയൂ, മലയാളത്തിൽ പറയില്ല. അപ്പോൾ ഇഫ്ലാക്കണം, പെട്ടെന്ന് മനസ്സിലാക്കണം. സലാസ അർബ ഓർത്തച്ചാൽ മതി. സലാസ 3, 64 അല്ലേ? അതേമാതിരി ഓർത്തച്ചാൽ മതി. സുലാസി റുബായി. അപ്പോൾ ഇവ രണ്ടിൽ നിന്നുള്ള എല്ലാ ഓരോന്നും ഇനി അറബിയിൽ പറയുള്ളൂ. ഏതൊക്കെ? സുലാസി റുബായി. അപ്പോൾ ഇവ രണ്ടിൽ നിന്നുള്ള എല്ലാ ഓരോന്നും ഇമ്മ മുജറദുൻ, ഒന്നെങ്കിൽ മുജറദായിരിക്കും. ഔ മസീദ് ഫി, അല്ലെങ്കിൽ മസീദ് ഫി ആയിരിക്കും. അപ്പം 4നായി. പത്രനായി 4നായി. ഏതൊക്കെ? റുബായി മുജറദ്, റുബായി മസീദ് ഫി, സുലാസി മുജറദ്, സുലാസി മസീദ് ഫി. മനസ്സിലായി? എത്രനായി? 4നായി. ഏതൊക്കെ? റുബായി മുജറദ്, റുബായി മസീദ് ഫി, സുലാസി മുജറദ്, സുലാസി മസീദ് ഫി. എന്താ ഇപ്പോൾ മുജറദ് അറിയണ്ടേ? മുജറദ് എന്ന് പറഞ്ഞാൽ സായിദിയായ അറഫിനെ തൊട്ട് തനിപ്പിക്കപ്പെട്ടത്. സായിദ അറഫ് ഉണ്ടാവില്ല. ഒരു ഉദാഹരണത്തിന് ഇപ്പം കത്തല, ലൊറബ. ലൊറബൻ്റെ ഫാഫീലേതാ? ലോത്ത്. ഐൻഫീലോ?
റാ. ലാം ഫീലോ ബാ. കണ്ടോ ഇതിൽ സായിദി അറഫുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്? മുജറദ്. ഔ മസീദ് ഫി അല്ലെങ്കിൽ മസീദ് ഫിയ. മസീദ് ഫി പറഞ്ഞാൽ സായിദി അറഫുള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ എന്തിനു സായിദി അറഫ് കൊടുക്കണം? ഇവിടെ വിഷയമല്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമ്മൾ പഠിക്കും. എന്നാലും പറയാം, ചില ചില അക്ഷരങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അർത്ഥവ്യത്യാസത്തിന് വേണ്ടി മറ്റു ഉദ്ദേശത്തിന് വേണ്ടി എത്തുന്നതാണ് എന്ത്, ഈ ചില അക്ഷരങ്ങൾ. അത് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലാസ് നിർത്താം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. ഇന്ന് എടുത്ത ഭാഗം ഒന്നും കൂടെ നിർത്താൻ വെച്ച് വരാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ്. ഫി അജ്നാസിൽ അഫ്ആലി, ഫിഅലുകളുടെ വർഗ്ഗങ്ങളിൽ വിരിക്കുന്നുള്ള ഫസ്ലാണ്. ഇഅ്ലം, നീ അറിയുക. അന്നൽ അഫ്ആല, തീർച്ചയായും ഫിഅലുകൾ ഇമ്മാ സുലാസിയുൻ, ഒന്നെങ്കിൽ സുലാസിയാണ്, വ ഇമ്മാ റുബായിയുൻ, ഒന്നെങ്കിൽ റുബായിയാണ്. വകുല്ലു വാഹിദി മിൻഹുമ, ഇവ രണ്ടിൽ നിന്നുള്ള എല്ലാ ഓരോന്നും ഇമ്മാ മുജറദുൻ ഔ മസീദു ഫീൻ, ഒന്നുകിൽ മുജറദാണ് അല്ലെങ്കിൽ മസീദ് ഫീ ആണ്. ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.